നമസ്കാരം. ഫോർ ദ പീപ്പിളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മഹാവിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്? കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കേരളം പുതിയ വിസ്മയങ്ങൾ കാണാൻ പോകുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാചകവും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഫോർ ദ പീപ്പിളിൽ അതിഥിയാകുന്നത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഈ ലക്ഷ്യ 2026 കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് 100 സീറ്റാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്താണ് ഈ 100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് മുന്നിലുള്ള കടമ്പകൾ? പ്രധാനമായിട്ടും വോട്ടർ പട്ടികയിലെ പ്രവർത്തനം അതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. SIRന്റെ പ്രവർത്തനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സജീവമാണ്. അതേപോലെ തന്നെ മുന്നൊരുക്കങ്ങൾ നന്നായിട്ട് നടത്തി. ഇന്നലെ തന്നെ ഇന്ന് കേരളത്തെയും രാജ്യത്തെയും ഏറ്റവും ഗൗരവത്തിൽ ബാധിക്കുന്ന തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ആ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള 2 ദിവസത്തെ രാപ്പകൽ സമരമാണ് തിരുവനന്തപുരത്ത് KPCCയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എറണാകുളത്ത് 19-ാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും മത്സരിച്ചവരുമായ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മഹാപഞ്ചായത്ത് വിജയോത്സവം 19-ാം തീയതി സംഘടിപ്പിക്കുകയാണ്. നിയമസഭയിലെ കേരളത്തിലെ ജനകീയ പ്രശ്നം ശബരിമല ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിയമസഭാ പ്രവർത്തനം ഉണ്ടാകും. സമരങ്ങളും വീണ്ടും ശക്തമാക്കി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ, UDFന്റെ സീറ്റ് ചർച്ച, അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, ഇതെല്ലാം വേഗത്തിൽ പൂർത്തീകരിച്ച് നല്ല ഒരുക്കത്തോടെ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന ജാഥ ആരംഭിക്കുകയാണ് ഫെബ്രുവരി 6. ഇതെല്ലാം ഈ 100-ൽ കുറയാത്ത സീറ്റുകൾ, 100 സീറ്റ് എന്നുള്ളത് പരിമിതപ്പെടുത്തുന്നില്ല, അല്ല, KPCC 100-ലേറെ സീറ്റുകൾ, ഏറ്റവും ചുരുങ്ങിയത് 100 സീറ്റ്, അങ്ങനെയാണ് ചുരുങ്ങിയത് 100-ലേറെ സീറ്റുകൾ. അപ്പോൾ ഞാനൊരു കാര്യം പറയും. അതായത് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു നിരീക്ഷണമുണ്ട്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരവുമുണ്ട്. അങ്ങനെ വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളം ഒരുങ്ങുന്നതെന്നാണ്. പ്രതിപക്ഷ വിരുദ്ധ വികാരം എന്നൊന്ന് ഉണ്ടെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരിനെ ജനങ്ങളുടെ കോടതി വിചാരണ ചെയ്ത് വിധി പ്രഖ്യാപിച്ചത് ഇതാദ്യമായിട്ടല്ലല്ലോ. അസംബ്ലികളിലേക്ക് എത്ര സ്ഥലത്ത് ബൈ ഇലക്ഷൻ വന്നു? പാലക്കാട് ഉൾപ്പെടെ, പുതുപ്പള്ളി ഉൾപ്പെടെ, തൃക്കാക്കര ഉൾപ്പെടെ, ചേലക്കര ഉൾപ്പെടെ, നിലമ്പൂർ ഉൾപ്പെടെ അവിടങ്ങളിലൊക്കെ UDF അല്ലേ നില മെച്ചപ്പെടുത്തിയത്? ചേലക്കരയിൽ അവർ ജയിച്ചെങ്കിൽ പോലും ഗണ്യമായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞില്ലേ? പാർലമെന്റ് ഇലക്ഷനിൽ ഞങ്ങൾക്ക് ചരിത്ര വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ ഇലക്ഷൻ രംഗത്ത് അതിനേക്കാൾ സങ്കീർണം. കാരണം എത്രയോ സ്ഥാനാർത്ഥികൾ, സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം, അവരുടെ എല്ലാം ഇലക്ഷൻ പ്രചരണം, തർക്കങ്ങൾ, ഇതെല്ലാം പരിഹരിച്ച് തിളക്കമാർന്ന ചരിത്ര വിജയമല്ലേ? കോർപ്പറേഷനിൽ 6-ൽ ഞങ്ങൾക്ക് 1 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്ന CPMന് 1 ആക്കി, ഞങ്ങൾ 4 ആക്കി. എല്ലാ സെക്ടറിലും ലോക്കൽ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതായത് ഒരു രാഷ്ട്രീയ മണ്ണ് ഇപ്പോൾ അനുകൂലമാണെന്നാണ് താങ്കളുടെ വില. അതിശക്തമായ രാഷ്ട്രീയ കേരളം, രാഷ്ട്രീയ മനസ്സ് ഞങ്ങൾക്ക് അനുകൂലമാണ്. അല്ല, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് UDFന്റെ ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. കാരണം 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുറി കൂടി കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടും എന്നൊക്കെ പലരും ഇതിനോടകം പ്രവചിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ മേൽനോട്ട ചുമതലയിരിക്കുന്ന അതിന്റെ നേതൃത്വ പദവിയിലിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. താങ്കൾ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തവണ പേരാവൂരിൽ മത്സരിക്കാൻ ഇറങ്ങാം എന്ന് തീരുമാനിക്കാൻ കാരണം? ഞാനത് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ തീരുമാനിച്ചതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ജനങ്ങൾ എന്നോട് പറയുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ സന്നദ്ധനാണ്. ഞാൻ നാട്ടുകാരുടെ ആഗ്രഹം, ഞാൻ മത്സരിക്കണമെന്നാണ്. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അല്ല, അത് സ്വാഭാവികമായും അങ്ങനെയാണ്. പക്ഷേ താങ്കൾക്ക് മാനസികമായ ഒരു തയ്യാറെടുപ്പ് വേണമല്ലോ. അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും തയ്യാറെടുപ്പ് കുറവില്ല. ഇല്ല, അതായത് താങ്കൾ സന്നദ്ധനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതെ. അപ്പോൾ ഇത്തവണത്തെ തീരുമാനം മുഴുവൻ മുതിർന്ന നേതാക്കളും മത്സര രംഗത്ത് ഉണ്ടാകണം എന്നാണ്. ഇപ്പോൾ ഒരു ഫോർമുല കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യുന്നതായി അറിയുന്ന ചില വിവരങ്ങൾ ഞാൻ താങ്കളോട് പറയും. ഒന്ന്,
KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല ക്ക് വേണ്ടി രണ്ടുപേരുടെ പേരുകൾ പരിഗണിക്കും. ഒന്ന് ഷാഫി പറമ്പിലിന്റെ, ഒന്ന് കെ മുരളീധരന്റെ. താങ്കൾ പൂർണ്ണമായി പേരാവൂരിലേക്ക് പോകുന്നു. ഈ മത്സര രംഗത്ത് ഞാൻ ഇത്തവണ മത്സരിക്കാനില്ല എന്നൊരു നിലപാട് കെ മുരളീധരൻ ഞാനുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ ഇല്ല, ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്നിട്ടില്ല, ആരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്താണ് സംവിധാനം എന്നൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു ഇരട്ട പദവി എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇല്ലില്ല, ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ ഉചിതമായ ഇപ്പം ഞങ്ങളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യാനല്ല. സ്ഥാനാർത്ഥി നിർണയം വൈകിയേ ഉണ്ടാവുള്ളൂ. കാരണം ആദ്യം UDF-ലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം. ഞാൻ അതിലേക്ക് വരാം. കോൺഗ്രസിലെ സ്ക്രീനിങ് കമ്മിറ്റി നേതാക്കന്മാർ അംഗങ്ങളെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടാണ് അവർ ചർച്ച തുടങ്ങിയിട്ടുള്ളത്. ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നില്ല. ഇലക്ഷൻ കമ്മിറ്റി കൂടണം, സ്ക്രീനിങ് കമ്മിറ്റി പേരുകൾ നിർദ്ദേശിക്കണം, അൾട്ടിമേറ്റായിട്ട് അന്തിമമായിട്ട് ഹൈക്കമാൻഡ് പേരുകൾ പ്രഖ്യാപിക്കണം. അല്ല, KPCC അധ്യക്ഷനായിരിക്കുന്ന താങ്കൾ പേരാവൂരിൽ മത്സരിക്കാൻ സന്നദ്ധനാകുമ്പോൾ KPCC അധ്യക്ഷ പദവിയിൽ എന്ത് ചെയ്യും? അത് ഞാൻ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. മത്സരിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. പോലെ ഒരു മുതിർന്ന ആൾക്ക് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഇല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ കെ മുരളീധരൻ അധ്യക്ഷ പദവിയിൽ താൽക്കാലിക അഭ്യൂഹങ്ങളും വാർത്തകളും മാത്രമാണ്. അപ്പോൾ ഷാഫി പറമ്പിലിന്റെ പേര് KPCC അധ്യക്ഷ പദവിയിൽ വരുന്നതിനൊരു താൽക്കാലിക ചുമതലയിൽ വരുന്നതിനൊരു കാരണമായി പറയുന്നത് പാലക്കാട് ഷാഫി ഇപ്പോൾ നിന്നാൽ ഷാഫിക്ക് അത് തിരിച്ചടിയാകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ചീത്ത പേര് കോൺഗ്രസിന് അവിടെ തിരിച്ചടിയില്ല. ഷാഫി നമുക്കറിയാലോ, ഏറ്റവും ശക്തനായ നേതാവല്ലേ. വടകരയിൽ ഷാഫി മത്സരിച്ച സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഷാഫിക്കെതിരെ എന്തെല്ലാം തെറ്റായ പ്രചരണങ്ങൾ, കാഫീർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കള്ളക്കേസുകളും പ്രചരണങ്ങളും ഉണ്ടായില്ലേ. എന്തായിരുന്നു ഷാഫിയുടെ ഏറ്റവും LDF-നെ സംബന്ധിച്ച് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റാണ് ശൈല ടീച്ചർ. ആ ശൈല ടീച്ചറെ ചെറിയ വോട്ടിനല്ലല്ലോ ഷാഫി പരാജയപ്പെടും. ഷാഫി എവിടെ നിന്നാലും ജയിക്കും, ഒരു തർക്കവുമില്ല. നല്ല ജനവേന്ദ്രയുണ്ട്, നല്ല കഴിവുള്ള യുവത ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നൊരു നേതാവാണ് ഷാഫി. അപ്പോൾ എവിടെ നിന്നാലും ജയിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലൊരാളെ മത്സരരംഗത്ത് ഇറക്കണം എന്ന അഭിപ്രായം. അതുകൊണ്ടാണ് പാർലമെന്റിൽ ജയിച്ചത്, പാലക്കാട്ടിൽ ജയിച്ചത്, ആവർത്തിച്ച് ജയിച്ചത്. എവിടെ നിന്നാലും ജയിക്കുന്നതാണ് പറഞ്ഞത്. പാലക്കാട് പറഞ്ഞെടുത്ത് പാലക്കാട് പുള്ളിക്ക് ഒരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രയാസം ഇല്ലെന്നാണ്. അല്ല, ഞാൻ ആ പ്രയാസത്തിന്റെ കാരണം പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ഇല്ല, അതൊന്നും ഷാഫിയെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഞാൻ പ്രസിഡന്റിന്റെ ഉള്ളിലിരിപ്പായി ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കൾക്കറിയാമല്ലോ മത്സരിക്കാൻ യോഗ്യരായ ആളുകൾ, മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ, അവരുടെ പട്ടികയിൽ ഷാഫി പറമ്പിൽ ഉണ്ട്. പ്രധാനപ്പെട്ട ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായമല്ലേ കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. നല്ല ഒരു പൊളിറ്റീഷ്യനാണ്, നല്ല ഫിഗറാണ്, നല്ല സ്ട്രാറ്റജി അദ്ദേഹത്തിനുണ്ട്, വിന്നിങ് സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം മത്സരിക്കണോ തീരുമാനിക്കേണ്ടത് ഞങ്ങളാരുമല്ല. അല്ല, അത് ശരിയാണ്, സാങ്കേതികമായി അങ്ങനെയല്ല. പക്ഷേ എങ്കിലും ഒരു നിർദ്ദേശം വെക്കുമ്പോൾ ഷാഫിയുടെ പേര് താങ്കൾ വിട്ടുകളയില്ല. ഞാൻ ഒരിക്കലും ഒരു പേരിലേക്കല്ല. അല്ല, ആലോചന അത്തരം കാര്യങ്ങളിൽ തക്ക സമയത്ത് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ്. അതായത് ഷാഫി വിജയ സാധ്യതയുള്ള ഒരാളായി തന്നെയാണ് താങ്കൾ പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കെ മുരളീധരൻ ആയിരിക്കുമോ? അതും പറയാൻ നല്ല പ്രസരിപ്പുള്ള, നല്ല സ്വീകാര്യതയുള്ള ഈ ഇലക്ഷനിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതലയാണ് കെ മുരളീധരനെ ഏൽപ്പിച്ചത്. അവിടെ 10 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് ഈ കുഡ് ഡബിൾ ഇറ്റ് 20 സീറ്റായിട്ട്. അത് പ്രതികൂല സാഹചര്യങ്ങളാണ്. എന്താ പ്രതികൂല സാഹചര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കോൺഗ്രസ് UDF ജയിച്ച വാർഡുകളിലെ കോർപ്പറേഷൻ വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം 18,000. LDF-ഉം CPM-ഉം ജയിച്ചത് 4,000 വോട്ടാണ്. അവർക്കനുസരിച്ച് വാർഡ് വെട്ടിമുറിച്ചു. ഞങ്ങളെ കേന്ദ്രങ്ങളെല്ലാം ബൾക്കായിട്ട് 18,000 വോട്ടർമാർ. ആ സമയത്ത് ആ വാർഡ് 2 ആക്കിയിരുന്നെങ്കിലോ 2 കൗൺസിലർമാരെ ജയിക്കും. അപ്പോൾ ആ പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ചാണ് കെ മുരളീധരൻ്റെ ശക്തമായ നേതൃത്വത്തിൽ ഒന്ന് ശബരിനാഥിനെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം പ്രഖ്യാപിച്ചു. അതെല്ലാം വലിയ മുന്നേറ്റം കേരളത്തിൽ ഒട്ടാകെ ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കൊല്ലത്ത് ഹഫീസിൻ്റെ പേര് നിർദ്ദേശിച്ചത്. അത് പ്രസിഡന്റ് പറഞ്ഞത് ഈ മത്സരിക്കുക എന്നതിനൊപ്പമോ അല്ലെങ്കിൽ അതിനപ്പുറമോ മുരളീധരന് ഈ കാര്യങ്ങളിൽ, അതായത് മത്സരരംഗത്തുള്ളവരെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഘടന നല്ല സ്വീകാര്യതയുണ്ട്, നല്ല സ്വീകാര്യതയുണ്ട്. അപ്പൊ എന്റെ ചോദ്യത്തിന് പ്രസക്തി അവിടെ ഉണ്ട്. അല്ല പ്രസിഡന്റ്, എന്റെ ചോദ്യത്തിന് ഒരു പ്രസക്തി അവിടെ ഉണ്ട്. കാരണം അദ്ദേഹം KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല. കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് നേതാക്കന്മാർ, കഴിവുറ്റ നേതാക്കന്മാരുടെ ഒരു ടീമാണ് കോൺഗ്രസ്. ഇപ്പോൾ ഇതിനോടൊക്കെ ഇപ്പോൾ ഇരട്ട പദവി എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ രാജ്ഭവൻ ഉണ്ണിത്താൻ, ബെന്നി ബെഹനാനെ പോലെയുള്ള നേതാക്കൾ ഞങ്ങൾ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. MP-മാർ മത്സരരംഗത്തുണ്ടാകുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അതും തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അത് ഹൈക്കമാൻഡിനോട്, അത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയില്ല. എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിക്കുന്ന സമയത്ത് സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ചിട്ടേ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും.
ഇൻഡിവിജ്വൽ അഭിപ്രായത്തിന് പ്രസക്തിയില്ലല്ലോ. അതൊക്കെ അതിൽ ആലോചിച്ചൊരു അഭിപ്രായം പറയേണ്ട സമയമായി. സമയമാകുന്നേ ഉള്ളൂ. ഷാഫിയുടെ വിജയ സാധ്യത പോലെ പ്രസിഡന്റിന് ഈ കാര്യത്തിൽ നല്ല നേതാക്കന്മാരുണ്ട്. നല്ല നേതാക്കന്മാർ കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട്. പിന്നെ വിജയസാധ്യത ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ സോൾസ്. കറക്റ്റ്, ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതായത് നല്ല നേതാക്കളുണ്ട്, അവർക്ക് അവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് MP എന്ന പദവി തടസ്സമാകരുത്. അത് ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് ഇതിലെ മാനദണ്ഡം എന്ന് പറയുന്നത്, ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വിജയ സാധ്യത മാത്രമല്ലേ പ്രസിഡന്റ്? എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചിട്ടാണ്. മെയിൻ ക്രൈറ്റീരിയ വിജയസാധ്യതയാണ്. വിജയ സാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി വേണം സ്ഥാനാർത്ഥിയിലേക്ക് കടക്കാൻ. അതിന് മറ്റു കാര്യങ്ങൾ തടസ്സമാകരുത്. എല്ലാ കാര്യങ്ങളും ആലോചിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആലോചിക്കണം. ഇപ്പോൾ K. സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹത്തിന് ചില ഉറപ്പ് ഹൈക്കമാൻഡ് നൽകിയതായിട്ടാണ് പുറത്തു വന്നൊരു വിവരം. അതിലൊന്ന് അദ്ദേഹത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നാണ്. താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? ഞാനതിൽ പങ്കാളിയല്ല, എനിക്കറിയില്ല. K. സുധാകരനും ഇതുപോലെ വിജയ സാധ്യതയുള്ള മത്സര കരുത്തുറ്റ നേതാവാണ്, ജനവിന്ദനുള്ള നേതാവ്, കരുത്തുറ്റ നേതാവാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം തന്നെ വന്നല്ലോ, ജനവിന്ദനുള്ള നേതാവാണ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. നല്ല റിസൾട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. മേയറെ ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത് വിതൗട്ട് എനി ഡിസ്പ്യൂട്ട് മേയറെ പ്രഖ്യാപിച്ചു. സുധാകരൻ ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഇപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ DCC അധ്യക്ഷൻ കാരണം കാണിക്കലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നു, കോൺഗ്രസിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ് പ്രസിഡന്റ്? ഇല്ലില്ല, കോൺഗ്രസ് പാർട്ടി ഏറ്റവും ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. എറണാകുളത്ത് ഞാനുള്ളപ്പോഴാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് നിയമസഭ സമ്മേളിക്കുമ്പോൾ തന്നെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല, സീറ്റ് അദ്ദേഹത്തിന് മാറ്റിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനോ പാർലമെന്ററി പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കലോ ഒരിക്കലും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഒരു കാര്യം കൂടിയാണ് കൂട്ടിച്ചേർത്തു. ശബരിമല കൊള്ളക്കേസിൽ, കവർച്ചക്കേസിൽ, ഗൂഢാലോചന കേസിൽ, വഞ്ചന കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT അന്വേഷിച്ച് അതിൽ പ്രതികളാണ് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന, ജാമ്യാപേക്ഷ പലതവണ തള്ളി ജയിലിൽ തുടരുന്ന റിമാൻഡ് പ്രതികളായിട്ടുള്ള CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ഒരു ചെറുവിരൽ പോലും, പാർട്ടി അച്ചടക്കത്തിൻ്റെ ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാതെ അവരെ പാർട്ടി സംരക്ഷിച്ച് നിർത്തുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഈ ആരോപണ വിധേയനായ വ്യക്തിയെ, MLA ആണ് ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അല്ലെ, കോൺഗ്രസ് പാർട്ടി ഇത്ര ശക്തമായ നടപടിയെടുത്ത കാര്യം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ അറിഞ്ഞില്ലേ? അവരറിയേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ DCC പ്രസിഡന്റ് അവരോട് അവരുടെ നിലപാടിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ വിശദീകരണം ചോദിച്ചത്. അവർ പരസ്യമായിട്ടാണല്ലോ രംഗത്ത് വന്നിട്ട് അതിജീവിതനൊപ്പമാണ്, അതാണ് വിശദീകരണം ചോദിച്ചത്. അവരുടെ വിശദീകരണം കേൾക്കട്ടെ. ജില്ലാതലത്തിലാണ് അതിൻ്റെ വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റിന് മാത്രം വ്യക്തമായി ഒരു വ്യക്തത വരുത്താൻ കഴിയുന്ന, വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയെ UDF-ലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന വാർത്ത വന്നിരുന്നു. ശരിയാണോ തെറ്റാണോ? ഞാനറിയില്ല. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരുമായിട്ടും അവരോട് ആരെങ്കിലും ഇത് അറിയുന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംഭാഷണം നടന്നതായിട്ട് എനിക്കറിയില്ല. ഞാനും മാധ്യമങ്ങളിൽ നിന്നാണ്, പത്രത്തിൽ നിന്നാണ് വായിച്ചത്. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. ജോസ് കെ മാണിക്ക് സ്വാഗതം. അത് UDF-ന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനാണ്, ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് ഇലക്ഷനിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങൾ നടത്തി. ആ ബെൽറ്റിലൊക്കെ ഞങ്ങൾ ജയിച്ചു വന്നു. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി UDF-ന് ശക്തമായിട്ടുള്ള വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചു. ജനകീയ അടിത്തറ വികസിപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ ആളുകൾ വരുന്നു, ഇനിയും കൂടുതൽ ആളുകൾ വരും. പാർട്ടികൾക്കും ചിന്തിക്കാം. അല്ല, ജോസ് കെ മാണി വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട തടസ്സം ഈ പാലാ സീറ്റിന്റെ കാര്യത്തിലാണ്.
പാലാ സീറ്റിൽ മാണി സി കാപ്പൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലല്ലോ. പനുനയ നീക്കങ്ങളൊക്കെ ലീഗിന്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു ഘട്ടം വരുമ്പം അതൊക്കെ ചർച്ച ചെയ്തിട്ട് പരിഹാര മാർഗങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന വിഷയങ്ങളേ ഉണ്ടാവും. ഈ ജോസ് കെ മാണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം എന്തായാലും പ്രസിഡന്റ് ശ്രദ്ധിച്ചു കാണുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോൾ LDF വിടുന്നതിന് ഒരു കാരണമില്ല, പക്ഷെ UDFിലേക്ക് വരാതിരിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. കാരണം UDF ഞങ്ങളെ പുറത്താക്കിയതാണെന്ന്. ആ കാര്യത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ടോ? അല്ല, അവരാലോചിക്കട്ടെ. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നിടത്തോളം നാളെ അവരുടെ ഹൈ പവർ കമ്മിറ്റി കൂടുകയാണ്. അതെ, ഇതുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, വാട്ട് അവർ നെയിം ഇറ്റ് മേ ബി ഗിവൺ. അപ്പോൾ അവരാലോചിക്കട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനഹിതം എന്താണ്, ജനവിധി എന്താണ്, പരിശോധിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള അവർ രാഷ്ട്രീയ തീരുമാനം അവരിൽ എടുക്കണ്ടേ. അതായത് ജയസാധ്യത നിൽക്കുന്ന ഈ ഘട്ടത്തിൽ UDFിലേക്ക് വരികയല്ലേ ബുദ്ധി എന്നല്ലേ പ്രസിഡന്റ് പറഞ്ഞതിന്റെ അർത്ഥം? അത് അവർ തീരുമാനിക്കട്ടെ, അവരാലോചിക്കട്ടെ. അല്ല, ജയപരാജയങ്ങൾ നോക്കി നിലപാടെടുക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേതെന്ന് ജോസ് കെ മാണി പറഞ്ഞല്ലോ. അവർക്ക് അവരുടേതായ നിലപാട് സ്വീകരിക്കാം, സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. ഈ ജോസ് കെ മാണിയുടെ ഇന്നലത്തെ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒരു വ്യക്തതയുണ്ടോ അതോ ഇല്ലേ? മാധ്യമങ്ങൾ പറഞ്ഞത് അതിൽ അവ്യക്തതയുണ്ടെന്ന്. അല്ല, KPCC പ്രസിഡന്റിനെ പോലെ ഇത്ര ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരാൾക്ക് അതിൽ വ്യക്തത ഉണ്ടായോ? ഇത് വിലയിരുത്താം, നമുക്ക് കാണട്ടെ. അതായത് UDFിന് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ. ഇല്ലില്ല, മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന 16 ഒരു ക്രൂഷ്യൽ ഡേ ആണ് അവരെ സംബന്ധിച്ച്. ലെറ്റ് ദം ഡിസൈഡ്. അതിനു മുമ്പ് എന്തെങ്കിലും നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടോ? ഇപ്പോൾ അവരെ സംബന്ധിച്ച് ധാരാളം കൺസേൺസ് ഉണ്ടല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ. അവരാലോചിക്കട്ടെ. നെഗോഷിയേഷൻസ് ഏതളവ് വരെ UDF ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം? അതൊക്കെ എൻ്റെ സമയത്ത് ആലോചിക്കും. പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ടി വരും. ചർച്ച ചെയ്തിട്ടേ ഇല്ല. പ്രസിഡന്റ് ചോദ്യത്തിന് മുമ്പ് തന്നെ ഉത്തരം പറയാം. സമയം കളയണ്ട. അല്ല, ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അല്ലല്ല, ഞാൻ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അവർ വളരെ ആകാംക്ഷയോടുകൂടിയായിരിക്കും. അങ്ങനെയുണ്ട്, ചില ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഈ ചോദ്യകർത്താവിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കിയിട്ട് ആൻസർ അങ്ങ് പറഞ്ഞേക്കാണെങ്കിൽ പക്ഷേ വെരി റെലവന്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ചോദ്യകർത്താവിനും മറ്റ് ദുഷ്ടചിന്തകളൊന്നുമില്ല. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലായത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവിൽ KPCC പ്രസിഡന്റിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അതൃപ്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വേണ്ടാന്നൊരു നിലപാടോ ഇല്ല. ഒന്നുമില്ല, പാർട്ടിക്ക് കൂട്ടായിട്ടുള്ള തീരുമാനമുള്ളൂ. അതിനെന്താണ് പ്രസിഡന്റ് ഒരു തടസ്സം ഇപ്പോൾ മുന്നണിക്കകത്ത്? ഞാൻ ചോദിക്കുന്നത് UDF ഞങ്ങളിപ്പോൾ വേറൊരു മുന്നണിക്കകത്ത് നിൽക്കുന്ന കക്ഷി, അവരാ തീരുമാനിക്കേണ്ടത്. അവരുടെ നിലപാട് ശരിയാണോ, LDFന്റെ നിലപാട് ശരിയാണോ, പാളിച്ചയുണ്ടോ, ശബരിമല ഉൾപ്പെടെ സർക്കാരിനെതിരെയുള്ളൊരു വിധിയെഴുത്താണോ? CPI പറഞ്ഞിട്ടുണ്ട്, CPMന്റെ തന്നെ ജില്ലാ ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. LDFന്റെ ആദ്യത്തെ യോഗത്തിൽ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യാൻ പോലും LDFന് സാധിച്ചിരുന്നില്ലല്ലോ. ഇത് സർക്കാർ വിരുദ്ധ ജനവിധി അല്ല എന്ന് വാദിക്കാനല്ലേ അവർ ശ്രമിച്ചത്. അതൊക്കെ വിലയിരുത്തട്ടെ. അല്ല, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചതെല്ലാം ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത KM മാണിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഭൂമി അനുവദിച്ചതടക്കം എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരാൻ ഒരു രാഷ്ട്രീയ കാരണം വേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ വ്യക്തിഗത താല്പര്യങ്ങളോ സ്ഥാനമാനങ്ങളോ മാത്രമാണെങ്കിൽ അങ്ങനെ പരിമിതപ്പെടുത്താം. അതല്ല, കേരളത്തിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ മനസ്സനുസരിച്ച് അവർക്ക് ആലോചിക്കാം. അതുകൂടി പരിഗണിച്ച് അവർക്ക് ആലോചിക്കാം. ഈ മാണി സി കാപ്പനെ മാത്രം അനുനയിപ്പിച്ച പോരല്ലോ പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും കൂടി അനുനയിപ്പിക്കണ്ടേ? ഈ മാണി വിഭാഗത്തെ അതിന്റെ മോഡസ് ഓപ്പറേഷൻ ഒന്നും ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ആവശ്യം വന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അത് കയ്യിലുണ്ട്, ആ പ്ലാൻ കയ്യിലുണ്ട്. ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് അത് ആലോചിക്കാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പദ്ധതി വേണമല്ലോ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടല്ല. പ്രഖ്യാപിക്കേണ്ട പദ്ധതികളൊന്നും രാഷ്ട്രീയത്തിലൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ദ ഡെവലപ്മെന്റ്സ് അല്ലേ. ശരി, കാര്യങ്ങളുടെ പുരോഗതി അനുസരിച്ച് ആലോചിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 10 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. സീറ്റ് ചർച്ച നടത്തിയിട്ടേ ഇല്ല, തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, തൊടുപുഴയിലും അതുപോലെ തന്നെ കടുത്തുരുത്തിയിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതിനകത്ത് കോൺഗ്രസ് ഒരു നിർദ്ദേശം വെച്ചു എന്നാണ് അറിയുന്നത്, വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിശ്ചയിക്കാവൂ, അതല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന്. അങ്ങനെ അതൊരു പൊതു കാര്യമാണ്, പൊതു നയമാണ്. എല്ലാവരും അംഗീകരിക്കേണ്ടതും അംഗീകരിക്കാൻ കഴിയുന്നതുമായൊരു പൊതു നയമാണ്. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും വിജയസാധ്യത പ്രധാന ഘടകമാണ് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയം അത് കോൺഗ്രസിനും ആപ്ലിക്കബിളാണ്. അതെ, അവിടെ ഞാൻ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പറഞ്ഞു. ഈ സീറ്റ് നിർണയം
ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 10 സീറ്റ് എന്ന ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചതായിട്ട് അറിയില്ല. അല്ല, അങ്ങനെ ഉണ്ടായല്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല. കഴിഞ്ഞ തവണ 10 സീറ്റ് മത്സരിച്ച കേരള കോൺഗ്രസ് ഞങ്ങൾക്ക് സീറ്റ് കുറച്ച് തരാൻ എന്തായാലും പറയുന്നത്. ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്യും. അത്തരം കാര്യങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ ചർച്ച ചെയ്ത് വളരെ നല്ല യോജിച്ച തീരുമാനത്തിലേക്ക് എത്താൻ ഒരു തടസ്സമില്ല. അതേപോലെ തന്നെയല്ലേ പ്രസിഡന്റ് ഈ മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും ഇപ്പൊ ലീഗും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പമുണ്ട്. മുസ്ലിം ലീഗിന്റെയും ഈ സീറ്റ് സംബന്ധിച്ച ആശങ്ക പരിഹരിക്കുമോ? നിങ്ങൾ ആരും വിചാരിച്ചാലും ഒരു ആശയക്കുഴപ്പമില്ല. ഇല്ല, ഒരാശയക്കുഴപ്പമില്ല. അല്ല, ലീഗിന്റെ കാര്യത്തിൽ കഴിഞ്ഞ അവിടത്തെ പോലെ തന്നെ 25 അതോ? അതൊന്നും എണ്ണത്തിലൊന്നും തീരുമാനിച്ചില്ല, വണ്ണത്തിലാണ്. കൂടുതൽ MLA-മാര് നിയമസഭയിലുണ്ടാവും. കോൺഗ്രസിനുണ്ടാവും, മുസ്ലിം ലീഗിനുണ്ടാവും, കേരള കോൺഗ്രസിനുണ്ടാവും, RSPക്ക് ഉണ്ടാവും. ശരി, ഈ അടുത്ത കാലത്തെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു വാർത്തയായി വന്നതാണ് വലിയ വിസ്മയങ്ങൾ കേരളം കാണാൻ പോകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും കക്ഷികൾ വന്ന് UDF വിപുലീകരിക്കുന്നതും വലിയ നീക്കുപോക്കുകളുമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു ഒരു ഐഷ പോറ്റിയെ കൊണ്ടുവന്നെടുത്ത് കഴിഞ്ഞ വിസ്മയം. ഈ വിസ്മയം എന്ന ഒരു പദപ്രയോഗം അതൊരു അബദ്ധമായി പോയോ? ഒരിക്കലുമല്ല, അബദ്ധമല്ല, വിസ്മയം തന്നെയല്ലേ. ഐഷ പോറ്റിയെ പോലെ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവ്, അവർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് CPM വിട്ട് കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പരസ്യമായിട്ട് വന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് രാഷ്ട്രീയത്തിലൊരു വിസ്മയമല്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യാഥാർത്ഥ്യമായല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയത്തിന്റെ ഒരു അടരാണ് നമ്മൾ കണ്ടത്. തുടക്കമാണ്, ഇനിയും തുടർച്ചയുണ്ടാവും. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ വരവായിരിക്കുമോ? പലതുമുണ്ട്. പക്ഷെ പ്രസിഡന്റ് പറഞ്ഞ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ആലോചനയിൽ പോലും ചർച്ച നടക്കല്ലേ. ചിലതൊന്നും പ്രഖ്യാപിക്കാനായിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. നീക്കങ്ങൾ ഈ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഇപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, ജോസഫ് വിഭാഗം പോട്ടെ, അതല്ലെങ്കിൽ മാണി സി കാപ്പൻ പോട്ടെ, പക്ഷെ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം ശക്തമായി മാണി ഗ്രൂപ്പ് ഇനിയിപ്പോൾ നമ്മുടെ കൂടെ വേണ്ട എന്ന നിലപാടുള്ളവരുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടോ? അതിനകത്തൊരു അഭിപ്രായ ഭിന്നതയുണ്ടോ? വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? രണ്ടഭിപ്രായമുള്ളവരുണ്ടാകും ഒരു പാർട്ടിയിൽ. കോൺഗ്രസിനെ പോലൊരു ജനാധിപത്യ പാർട്ടിയിൽ രണ്ടഭിപ്രായമുള്ളവരുണ്ടാകാം. പക്ഷേ ഒരു തീരുമാനം നേതൃത്വം ആലോചിച്ചെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ തീരുമാനം എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാധകമാണ്. എല്ലാവരും അതനുസരിക്കും, അംഗീകരിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഈ കോൺഗ്രസിന് ഇത്തവണ അല്ലെങ്കിൽ UDFന് ഇത്തവണ തിരിച്ചടിയായിരിക്കും എന്നൊക്കെയുള്ള ചില സൂചനകൾ കനകൂലു ഗ്രൂപ്പൊക്കെ തന്നിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞങ്ങൾക്കൊന്നും ആരും തന്നിട്ടില്ല. ഏത് കാര്യമാണ് ഞങ്ങൾക്ക് തിരിച്ചടിയാകേണ്ടത്? ഒരു കാര്യവും തിരിച്ചടിയാകേണ്ടതില്ല. ഞങ്ങൾക്കതിലൊരു പങ്കുമില്ല എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? ഞങ്ങൾ അധികാരത്തിലുള്ള പാർട്ടിയാണോ? ഞങ്ങൾ ദേവസ്വം ബോർഡിലുണ്ടോ? ദേവസ്വം വകുപ്പിലുണ്ടോ? കേരളത്തിലോ കേന്ദ്രത്തിലോ ഭരണത്തിലുണ്ടോ? ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമോ? അല്ല, ഇപ്പൊ ഈ വാജിവാഹനം കൈമാറുന്നില്ലേ, അജയ് തറയലിന്റെ ചിത്രം വെച്ചിട്ടൊരു ചിത്രം പുറത്തു വരുന്നുണ്ട്. ചിത്രം കൊണ്ട് കാര്യമില്ലല്ലോ. കോടതി പറഞ്ഞത് എന്താണ്? 2019 മുതൽ 25 വരെ, ഇപ്പോഴത്തെ പ്രസന്റ് ഗവൺമെന്റ് ഉള്ള കാലഘട്ടം 25 വരെ ഹൈക്കോടതി ഇടപെടുന്നത് വരെ നടന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് കോടതി എണ്ണി പറഞ്ഞത്. അതാണ് SIT അന്വേഷിച്ച് അതിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളവിടെ എവിടെ നിൽക്കുന്നു? ഞങ്ങൾ വെറും സാക്ഷികളോ കാണികളോ അല്ലേ? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുമോ ഇത്തവണ? ഉറപ്പായിട്ടും. സർക്കാരിൻ്റെ ഗുരുതരമായ പാളിച്ചകളിലൊന്നാണ്. CPM ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയല്ലേ? ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ ഹൈക്കോടതി ആവർത്തിച്ചു പറയുന്നു, SITയുടെ റിമാൻഡ് റിപ്പോർട്ട്, കസ്റ്റഡി അപേക്ഷ അതൊക്കെ പരിശോധിക്കണം. ഈ പ്രതികളുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്, സുവ്യക്തമാണ്. കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് അവർക്കെതിരെയുണ്ട്. എന്നിട്ടും അവർക്കെതിരെ പാർട്ടി ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് നിൽക്കുകയാണ്. പാർട്ടിയിലെ അവരുടെ നേതൃത്വം നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ സർക്കാർ പറയുന്നത് തന്ത്രിയെ വരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, കൃത്യമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു, ആ അഭിപ്രായമില്ലേ? തന്ത്രപരമായി പാർട്ടി നേതാക്കന്മാർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു. ആരാ പത്മകുമാർ, ആരാ വാസു? അവർക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടാൻ CPMന് സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല. പാർട്ടി സെക്രട്ടറി പത്തനംതിട്ടയിൽ പോയി ഈ കാര്യം ചർച്ച ചെയ്തില്ലെന്നാണ് പറയുന്നത്. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ശബരിമലയിലെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, അതിൽ വരുത്തിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച, അതിൽ ആരോപണ വിധേയനായി
പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി, കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ജാമ്യാപേക്ഷ പലവട്ടം തള്ളി അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ പത്തനംതിട്ടയിലെത്തിയ CPM സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഭയമാണ്. ചർച്ച ചെയ്തിട്ടില്ലെന്നുള്ളതല്ല, ചർച്ച ചെയ്ത് അവരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അത് പറയാൻ കഴിയില്ലല്ലോ. ജനങ്ങൾ അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, CPM അണികൾ മനസ്സിലാക്കുന്നുണ്ട്, ഘടകകക്ഷികൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തേണ്ടതാണെന്ന് അഭിപ്രായമുള്ള ആളായിരുന്നു KPCC പ്രസിഡന്റ്. ഇപ്പോഴാ അഭിപ്രായം മാറിയോ? അതുകൊണ്ടോ? ഉണ്ടല്ലോ, എത്തിയിട്ടല്ലോ. അദ്ദേഹത്തെ എന്തിനാ ചോദ്യം ചെയ്തത്? ഞാൻ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിമുഖം രേഖപ്പെടുത്താനാണോ? അപ്പോൾ ഞാനും ഗോപിയായിട്ട് സംസാരിക്കുന്ന പോലെ അഭിമുഖം രേഖപ്പെടുത്താനാണോ SIT കടകംപള്ളിയെ വിളിച്ചത്? എന്തിനാ വിളിപ്പിച്ചത്? എന്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ്? എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം, പങ്കാളിത്തം? ഏത് സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിളിപ്പിച്ചു? മറുപടി പറയട്ടെ. എന്തിനാ ആ ചോദ്യം ചെയ്യൽ രഹസ്യമായിട്ട്, പരമരഹസ്യമായിട്ട് വെച്ചു? എന്തിനതുകൊണ്ട് ഭയപ്പെടുന്നു അത് പരസ്യമാക്കാൻ? അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ ബോധപൂർവം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നാണോ KPCC പ്രസിഡന്റ് ആരോപണം? ന്യായമായിട്ടും സംശയിക്കണം. എന്തടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള നടപടികൾ, ഈ ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചത്? അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്നോട് എൻ്റെ അഭിപ്രായം ചോദിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതാണോ ഒരു അന്വേഷണ ഏജൻസിയുടെ കടമ? അതാണോ? അന്വേഷണ ഏജൻസിക്ക് പരിമിതികളുണ്ടാവും. ഇത്തരം കാര്യങ്ങളിൽ പ്രഖ്യാപനം നടത്താനോ പ്രസ്താവന നടത്താനോ അവർക്ക് പരിമിതി ഉണ്ടാവും. എന്തിനാ അദ്ദേഹത്തിലേക്ക് പോയത്? അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്, നിലവിലെ MLA ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം, അതൊരു സീരിയസ്നെസ് അല്ലേ ചൂണ്ടിക്കാണിക്കുന്നു? ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വലിയ പ്രചാരണ വിഷയമാക്കാറുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒരു ആരോപണം വന്നിരിക്കുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞത്. അതൊന്ന് മാത്രമല്ല, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിരിച്ച ഫണ്ടിലെ സുതാര്യതയില്ലായ്മ സംബന്ധിച്ചൊരു ഗുരുതരമായ ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അഴിമതി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണെങ്കിൽ പ്രതിപക്ഷത്തിന് മറുപടി പറയേണ്ടുന്ന ചോദ്യങ്ങൾ മുന്നിലുണ്ടാകില്ലേ? ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു ചോദ്യവും ഇല്ല. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെതിരെ പുനർജനി പദ്ധതി നിയമസഭയിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജെയിംസ് മാത്യു MLA ആണ് ഉന്നയിച്ചത്. അതെ, അന്ന് സതീശൻ പ്രതിപക്ഷ നേതാവല്ല, ഒരു MLA ആണ്. അതെ, അദ്ദേഹമാണ് അന്വേഷണത്തെ വെൽക്കം ചെയ്തത്. നിങ്ങളൊരു അന്വേഷണത്തിന് ആരെയെങ്കിലും ഏൽപ്പിച്ചോ? അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടും, എങ്ങനെ ഒരു പദ്ധതി നിയമാനുസരിച്ച് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അഴിമതിരഹിതമായിട്ട് ഒരു ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്കൊരു അന്വേഷണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹമാണ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തത്. എത്ര നാളായി അന്വേഷണം? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതല്ലേ? അതെ. എന്തായി? ഇലക്ഷൻ സമയം വരെ കാത്തിരിക്കുകയല്ലേ? ഒന്നുമില്ല. അദ്ദേഹം നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ, നന്മ പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണമായിട്ട് അത് വെളിപ്പെട്ടു. അല്ല, വിജിലൻസ് പറയുന്നത് ഇപ്പോൾ VD സതീശന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമൊന്നും വന്നിട്ടില്ല, ഫണ്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ മണപ്പാട് ഫൗണ്ടേഷനിലേക്ക് പണം എത്താൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനിങ് നടത്തിയെന്നും കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം UK പോയതെന്നും ഒക്കെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ പറ്റില്ല, അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്നാണ്. അതൊക്കെ ഒരു എന്താ പറയുക, അതിന് എവേസി ഒഴിവല്ലേ ഞാൻ പറഞ്ഞതൊക്കെ? ഒന്നും ഒരു അടിസ്ഥാനമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് ഇത്രയേറെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ച് പ്രതിപക്ഷ നേതാവിനെ കുരുക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തി പരാജയപ്പെട്ടു. എന്നാൽ അത് പരസ്യമായിട്ട് പറയാനുള്ള രാഷ്ട്രീയ വൈമനസ്യം കൊണ്ട് അവരിത് ഡ്രാഗ് ചെയ്യാൻ വേണ്ടി ഒരു ഒഴിവ് പറയുന്നുള്ളൂ. ഇനി വയനാട് എന്താ ഞങ്ങൾ ചെയ്തെന്താ? ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ, രാഹുൽ ഗാന്ധി അവിടുത്തെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ വയനാട് ദുരന്തത്തിൽ കൽപ്പറ്റയിലെ MLA സിദ്ദീഖ് ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ, ഗ്രാമപഞ്ചായത്തിൻ്റെ UDFൻ്റെ ഭരണസമിതി ഉൾപ്പെടെ, മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ സർക്കാരുമായിട്ട് എല്ലാ കാര്യത്തിലും സഹകരിച്ചു. അല്ല, വയനാട് പുനരധിവാസ പദ്ധതി എന്ത് ചെയ്തു KPCC? പറഞ്ഞുതരാം. ഞങ്ങൾ ഒന്ന്, കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് കേരള സർക്കാരിന് കാശ് കൊടുത്തു ഭവനം നഷ്ടപ്പെട്ടവർക്ക് വീട് പണിയാൻ. ഞങ്ങളെല്ലാവരും
MLA-മാർ, MP-മാർ, പഞ്ചായത്തുകൾ ഞങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ട വിഹിതം കൊടുത്തു. ഞങ്ങൾ സർക്കാരിൻ്റെ എല്ലാ പുനരധിവാസ പാക്കേജും പദ്ധതികളുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു. ആ പാർട്ടി എന്ന നിലയിൽ പാർട്ടി സ്വന്തം നിലയ്ക്ക് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെൻറ് ആണല്ലോ കർണാടക ഗവൺമെൻറ്. അവരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഇല്ലേ, 100 വീടുകൾ അത് ചെയ്യിച്ചു. പാർട്ടി എന്ന നിലയിൽ അതിന് ഞങ്ങൾ പണസമാഹരണം നടത്തി. ഞങ്ങളിപ്പോൾ സ്ഥലം മേടിക്കണമെങ്കിൽ ഞങ്ങൾക്കും സർക്കാരിൽ നിന്നും തമ്മിലൊരു വ്യത്യാസം, തോട്ടം ഭൂമി മേടിക്കണമെങ്കിൽ സർക്കാരിന് അതിൽ എക്സംഷൻ കിട്ടും വീട് പണിയാൻ. ഞങ്ങൾക്ക് തരാതിരിക്കാനാണ്, ഞങ്ങളുടെ സ്കീം നടപ്പിലാക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെയാണോ? അത് അങ്ങനെയാണ് താമസം വന്നേ. ഭൂമി ഐഡൻറ്റിഫൈ ചെയ്യാൻ താമസം വന്നു. അപ്പോൾ ഭൂമി കിട്ടി. ഭൂമി എൻ്റെ പേരിൽ തന്നെ, ഞാൻ KPC പ്രസിഡന്റ് എന്നുള്ള ആ നിലയിൽ, അല്ലാതെ എൻ്റെ പേരിലല്ല. 3-3.5 കോടി ഫണ്ടുകൾ കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ പ്രസിഡന്റ്? കൃത്യമായിട്ട് ഞങ്ങൾ ചെലവഴിച്ചു. അക്കൗണ്ട് അല്ലല്ലോ. 3-3.5 കോടി രൂപ കണക്കിൽ കാണിച്ചുകൊണ്ട്, ആധാരത്തിൽ അതിൻ്റെ വില രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഭൂമി രജിസ്റ്റർ ചെയ്തില്ലേ. ഇനി വീടിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കില്ലേ. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത കാശ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പ്രസിഡന്റ് നേരത്തെ സംസാരിച്ചപ്പോൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ചർച്ചയിലേക്ക് കടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടുതൽ 25 സീറ്റിൽ മത്സരിച്ച് അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് സ്വാഭാവികമായും അവരുടെ ഒരു ക്ലെയിം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളെ ബാധിക്കില്ലേ എന്നാണ്. ഒന്നുമില്ല, അതൊക്കെ വളരെ നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രായോഗിക കാര്യങ്ങൾ പരിഗണിച്ച് വളരെ നല്ല യോജിപ്പോടുകൂടി തീരുമാനങ്ങളെടുക്കും. ഒരു കാലത്തും കോൺഗ്രസും മുസ്ലിം ലീഗും സീറ്റുകളുടെ കാര്യത്തിൽ പരിഹാരമില്ലാത്ത വിഷയങ്ങൾ വന്നിട്ടില്ല. ഇപ്രാവശ്യം കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങളുണ്ട്. കൂടുതൽ സീറ്റ് എന്ന അവരുടെ ആവശ്യം അവർക്ക് അർഹമായ, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ MLA-മാർ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൂട്ടായിട്ട് പരിശ്രമിക്കും. ഈ മാണി സി കാപ്പന്റെ കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ലീഗുമായി നടത്തിയ ചർച്ചയിലൊക്കെ മാണി സി കാപ്പനെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നിൽ കൊണ്ടുപോയി നിർത്തി വിജയിപ്പിക്കാമെന്നും പാലാ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും ഒക്കെയുള്ള ചില ഫോർമുലകൾ സംസാരിച്ചു എന്നാണ് അറിയുന്നത്. പ്രസിഡന്റ് അറിവോട് കൂടിയാണ് പേപ്പറിൽ വായിച്ചതേ ഉള്ളൂ, പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ. അതൊരു നല്ല നീക്കമായിട്ട് താങ്കൾക്ക് തോന്നുന്നു? മുസ്ലിം ലീഗ് എപ്പോഴും UDF-ന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കരുനീക്കങ്ങളും വലിയ വിശാലമായ വിട്ടുവീഴ്ചയും സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നല്ല കരുനീക്കങ്ങളുടെ ഭാഗമായി കണ്ടാൽ മതി ഈ കൂടിക്കാഴ്ച. വിശാലമായ വിട്ടുവീഴ്ചയും വിശാലമായ വിട്ടുവീഴ്ച എനിക്ക് പ്രസിഡന്റ് പറഞ്ഞത് മനസ്സിലായി. കാരണം സീറ്റുകളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അതൊക്കെ ഉണ്ടാവും. ഈ കോൺഗ്രസ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ, ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ സുഗമമായി ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നൊക്കെ വിലയിരുത്തുമ്പോഴും മുന്നിൽ കാണുന്ന ചില പ്രതിസന്ധികൾ ഉണ്ടാകുമല്ലോ. ഇതിനെ അതിജീവിക്കുക, അങ്ങനെ ഒന്നുണ്ടോ? ഇല്ലില്ല, വളരെ വളരെ അനുകൂല സാഹചര്യം, ഒരു പ്രതിസന്ധിയും മുൻപിലില്ല. എന്നാൽ ഇലക്ഷനാണ്. ആ ഇലക്ഷൻ അതിൻ്റേതായ മുന്നൊരുക്കങ്ങൾ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബത്തേരിയിലെ നേതൃത്വത്തിൻ്റെ സംഗമം നടത്തിയത്. വളരെ കരുത്തുറ്റ തീരുമാനങ്ങൾ, യോജിച്ച ഐക്യത്തിൻ്റെതായ അന്തരീക്ഷം വളരെ ശക്തമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ. ആ തീരുമാനങ്ങളുടെ തുടർച്ചയായിട്ടാണ് തിരുവനന്തപുരത്ത് 2 ദിവസത്തെ രാപ്പകൽ സമരം, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മഹാപഞ്ചായത്ത് 19-ാം തീയതി എറണാകുളത്ത് കൊച്ചിയിൽ സംഘടിപ്പിക്കുകയാണ്. ജയിച്ചതും ജയിക്കാത്തതുമായ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളും എറണാകുളത്ത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ സമ്മേളിക്കുകയാണ്. ജയിച്ച ആളുകളെ അഭിനന്ദിക്കുകയാണ്. ചിലരൊക്കെ നറുക്കെടുപ്പിൽ തോറ്റവരുണ്ട്, 1 വോട്ടിന് തോറ്റവരുണ്ട്, 2 വോട്ടിന് തോറ്റവരുണ്ട്, വാർഡ് വിഭജനത്തിൻ്റെ അശാസ്ത്രീയത കൊണ്ട് തോറ്റവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നേറുകയാണ്. അടുത്ത സ്റ്റെപ്പ് നിയമസഭാ സമ്മേളനം വരുന്നു. ശബരിമല കൊള്ള അതൊന്നും കൂടി തുറന്നു കാട്ടിക്കൊണ്ടുള്ള സമരങ്ങൾ വരും. ഇനിയും വൻതോക്കുകളുണ്ടെന്ന് കോടതിയല്ലേ പറയുന്നത്. അവരെ സംരക്ഷിക്കുന്ന, ഇന്നലെ തന്നെ അറസ്റ്റ് നടന്നത് കോടതിയുടെ എത്രയോ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ട്. ആ വൻതോക്കുകൾ എന്ന് കോടതി പരാമർശിക്കുന്നത് ഏത് അളവ് വരെ പോകും, ഏതറ്റം വരെ? വളരെ വൻതോക്കുകളെന്ന് കോടതി പറയണമെങ്കിൽ നന്നായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയിലാണ് പറയുന്നത്. അതിൻ്റെ വിശാല അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും വൻതോക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പര്യാപ്തമായ ഒരു അന്വേഷണ സംഘവുമാണോ ഈ ഉള്ളത്? അന്വേഷണ ഏജൻസികൾ കഴിവുറ്റവരാണ്. എന്നാൽ സർക്കാരാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. അവർ കുറച്ചും കൂടി സ്പീഡ് വേണം. അല്ല, CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇപ്പോഴും ഉണ്ടോ? വേറൊരു ഏജൻസി അന്വേഷിക്കേണ്ടതിൻ്റെ
സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അവിടെ എന്താ പ്രസിഡന്റ് കോടതി, ഞാനത് കാര്യം കോടതിക്കും കൂടെ വിടുകയാണ്. കാരണം ഈ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. പോരായ്മകൾ കോടതി പരിശോധിച്ചോട്ടെ. കോടതി പരിശോധിക്കേണ്ടതായ ചില പോരായ്മകൾ കോടതിക്ക് തന്നെ ബോധ്യം വരുന്നുണ്ട്, ജനങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ട്, സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ബോധ്യം വരുന്നുണ്ട്. കാരണം ഇത് മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ എത്രയെന്ന് നിർണ്ണയിക്കണം. ആ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടെടുക്കണം. അതൊന്ന് ശബരിമലയുടെ ആവശ്യമാണ്. ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കണ്ടേ? ശബരിമലയ്ക്ക് അത് കിട്ടാൻ അർഹതയുണ്ടല്ലോ, അത് കിട്ടണം. വൺ തിങ്. സെക്കൻഡ്, ഇനി കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ട്രയലും അതിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ അതിൻ്റെ എവിഡൻസറി പാർട്ടുണ്ട്. അതിൻ്റെ തെളിവിൻ്റെ സമാഹരണത്തിലും ഈ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിട്ടപ്പെടുത്തണം, അത് കണ്ടെത്തണം, അത് റിക്കവർ ചെയ്യണം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രതികളുടെ കുറ്റസമ്മതം ഉണ്ടെങ്കിൽ അതിനെ ലീഗൽ വാലിഡിറ്റി കിട്ടണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകൾ വേണം. അല്ല, ഇതിൽ രമേശ് ചെന്നിത്തല ഒരു വലിയ ടേൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ പുരാവസ്തു മാഫിയ, വിൽപ്പന മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട്, അവർക്ക് ഇത് വിറ്റു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അത് കോടതിയാണ് ആദ്യം പറഞ്ഞത്, ഇതിന് അന്തർദേശീയ. അതെ, കോടതി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ കളവ് പോലെ. പിന്നെ രമേശ് കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്, നേരിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, അദ്ദേഹത്തിൻ്റെ ഹിയർസേ ആണ്, കേട്ടിട്ടുള്ള എന്നാൽ റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അദ്ദേഹത്തോട് ഒരാൾ വിളിച്ചു പറയുന്നു. ആ പറഞ്ഞത് അദ്ദേഹം അന്വേഷണ ഏജൻസിയോട് പറയുന്നു. അന്വേഷണ ഏജൻസി ആ പ്രതിയിൽ നിന്ന്, ആ സാക്ഷിയിൽ നിന്ന് കൂടുതലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കണം, ആ വ്യക്തിയിൽ നിന്ന്. അതിനൊരു അവസരമാണ് രമേശ് ചെന്നിത്തല ഒരുക്കിയത്. സഹായിക്കുന്ന നടപടിയാണ്, അന്വേഷണത്തെ സഹായിക്കുന്ന നടപടിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ട്? അതായത് UDF വിജയത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളിലൊന്ന് ഇതായിരുന്നു എന്ന് കരുതുന്നുണ്ട്? സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ ആ മോഷണ കേസ്, ആ കൊള്ള ഒരു കാരണമായിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചേക്കും. അത് വരും. അതിൽ ഗവൺമെൻറ് കുറ്റവാളികളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. പാർട്ടി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്, കവചമൊരുക്കുകയാണ്. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF വലിയ തിരിച്ചടി അയക്കാവുന്ന ഒരു രാഷ്ട്രീയ ബാന്ധവമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം ഇപ്പോൾ KM ഷാജി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു തരത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു കൂട്ടുകെട്ടിന് മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. പിന്നെ എന്തിനായിരുന്നു പ്രസിഡന്റ് ഇങ്ങനെ ഒരു? ഇല്ലല്ലോ, ഞങ്ങളൊരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. KM ഷാജിയെ പോലെ ഒരാളങ്ങനെ പറയണമെങ്കിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ. അതേസമയത്ത് CPM, ബന്ധം ഞങ്ങളുടെ മേൽ CPM ആരോപിക്കുന്നു. അതിന് കൃത്യമായിട്ട് ഞങ്ങൾ മറുപടി പറയുന്നു. CPM-നാണ് അങ്ങനെ ഒരു ചരിത്രമുള്ളത്. ആ ബാന്ധവത്തിൻ്റെ വ്യക്തമായ ചരിത്രവും ഫോട്ടോയും ഞങ്ങൾ പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഒരു ബന്ധവും ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, വോട്ട് ആരുടെയും വേണ്ട എന്ന് പറയുന്നില്ല. നല്ലവരായ മാർക്സിസ്റ്റുകാരുടെ വോട്ടുണ്ടെങ്കിൽ അതും കിട്ടില്ല. അങ്ങനെയുണ്ടോ? നല്ലവരായ മാർക്സിസ്റ്റുകാരോ നന്മയിലേക്ക് ലക്ഷ്യം വെക്കുന്നവരുണ്ട്, അവരുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിംഗ് ഉണ്ടായിട്ടില്ല എന്നാണ്? ഇല്ല, ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. ക്രൂഷ്യലായ പഞ്ചായത്ത് ഇലക്ഷൻ അതില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റൂലേ. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഒരു ബന്ധവും, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ കേരളത്തിൽ വലിയ ഒരു വർഗീയ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നതാണ് എന്ന ചർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ ഇടതുപക്ഷം അന്ധമായി പിന്തുണയ്ക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിട്ടുണ്ട്. ഈ സാമുദായിക സംഘടനകളുടെ ഈ തരത്തിലുള്ള, ഈ വിധത്തിലുള്ള ഇടപെടലുകളെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അത് മുഖ്യമന്ത്രിയുടെ ഡൽഹി അഭിമുഖം എന്താണ്? അതാണ് ഇതിന്റെ തുടക്കം, മനസ്സിലാക്കണം. ഏതാ? ഹിന്ദുവിലെ അഭിമുഖം. അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഹിന്ദു പത്രത്തിൻ്റെ മറുപടി എന്താണ്? അത് നിയമസഭ ചർച്ച ചെയ്യണമെന്ന് ഞാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. അത് ചർച്ച ചെയ്യാൻ ഇങ്ങേറ്റം, അത് ചർച്ചയ്ക്ക് അനുമതി തേടാനുള്ള ഒരു പ്രസംഗത്തിന് പോലും അനുമതി നൽകിയില്ല. ഗവൺമെൻറ് എന്താ അതിൽ ഭയമാണ്, അത് ചർച്ച ചെയ്യാൻ ഭയമാണ്. മുഖ്യമന്ത്രി ഇൻറ്റൻഷനലിയും ബോധപൂർവം അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന്, അഭിമുഖത്തിന് അവസരം അങ്ങോട്ട് ചോദിച്ചു വാങ്ങി. അതല്ലേ ഹിന്ദുവിൻ്റെ ക്ലാരിഫിക്കേഷൻ, അതല്ലേ മറുപടി, അതല്ലേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വെള്ളാപ്പള്ളിയും
ആവർത്തിച്ചത്. അതിനെ CPM പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇപ്പം അവരുടെ ഇടയിൽ തന്നെ ശക്തമായ അഭിപ്രായ വ്യത്യാസം വന്നു. ഈ കോൺഗ്രസിനെ പുറത്തു നിർത്താൻ ഒരു CPM BJP ബാന്ധവമുണ്ട് എന്ന ആരോപണം കുറച്ച് കാലമായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു ആരോപണത്തിൽ KPCC പ്രസിഡന്റ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും അവർ തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ അത് വളരെ വേഗമായിട്ടുള്ള ഒരു മറുപടിയായി പോയല്ലോ പ്രസിഡന്റ്. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ആരാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രു? ആരാണ്? UDF അല്ലേ? അവരെ പരാജയപ്പെടുത്തിയതാരാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി ബൈ ഇലക്ഷനുകളിൽ അവരെ പരാജയപ്പെടുത്തിയതാരാണ്? പാർലമെന്റ് ഇലക്ഷൻ മുഖ്യ എതിരാളി UDF ആണ്. പറഞ്ഞിട്ടുണ്ടല്ലോ. UDF ആണ്. അതെ. BJPക്ക് രാജ്യത്തെ മുഖ്യ എതിരാളി ആരാണ്? കോൺഗ്രസ് ആണ്. അപ്പം ഞങ്ങളെയാണ് അവർ രണ്ടു കൂട്ടരും മുഖ്യ എതിരാളിയെ കാണുന്നത്. പക്ഷെ ആ ലോജിക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് പ്രസിഡന്റ് ഞാൻ ചോദിക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ ഒന്ന്, കാരണം ദേശീയ തലത്തിൽ BJPയെ പുറത്തു നിൽക്കാൻ എടുക്കുന്ന സഖ്യത്തിൽ എല്ലാവരും ഉണ്ടല്ലോ, ഇല്ലേ? അങ്ങനെ ഒരു സഖ്യവും കൂട്ടായ്മ ഇവിടെ വരുമ്പോൾ പ്രസിഡന്റ് ആ സഖ്യത്തിന് എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കാമോ അതിനല്ലേ കേരളത്തിലെ CPM നേതാക്കന്മാരുടെ പങ്കാളിത്തമുണ്ടോ? മുഖ്യമന്ത്രി എവിടെയെങ്കിലും പാർലമെന്റ് ഇലക്ഷന് കേരളം വിട്ട് എവിടെയെങ്കിലും പോയോ? ഇന്ത്യ മുന്നണിയുടെ കോർ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചവരല്ലേ? എന്തായിരുന്നു അവർ പറഞ്ഞാൽ? KC വേണുഗോപാൽ അതിൻ്റെ അകത്തുണ്ട്, കൺവീനറാണ്. അല്ലെങ്കിൽ ആ കാരണം പറഞ്ഞല്ലേ? രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര അവരെന്തായിരുന്നു അതിനെ കളിയാക്കിയത്? ഇത് കേരളം വിടില്ല എന്നല്ലേ പറഞ്ഞത്? CPMന്റെ ദേശീയ നേതാക്കന്മാരും CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തപ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ കേരളത്തിലെ CPMന്റെ നിലപാടും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടും വ്യത്യസ്തമല്ലേ? കേരളത്തിലെ CPM കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി തന്നെ കാണുന്നു, സങ്കുചിത നിലപാടുകൾ സ്വീകരിക്കുന്നു. CPM അണികൾ പോലും അത് ഇഷ്ടപ്പെടില്ല. ശരി പ്രസിഡന്റ്, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് എന്താ സങ്കോചം? ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പേര് നിങ്ങളെല്ലാവരും ചേർന്ന് മാധ്യമങ്ങളും എതിർപക്ഷവും എല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പാണല്ലോ. അല്ല, അത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ടാണല്ലോ VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, അതോ ഇനി മറ്റേതെങ്കിലും പേരുകളുണ്ടോ പരിഗണനയിൽ എന്ന് തുടങ്ങിയ ഇങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത ഒരു നേതൃനിലയിൽ ഒരു ഏക നേതാവില്ലാത്ത ഒരു മുന്നണിയായി കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞ ശരിയാണ്. ഗോപി ഉദ്ദേശിച്ച ഒരു വാക്ക് നല്ലതാണ്. ഏക നേതാവിൽ പാർട്ടിയല്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂട്ടു നേതൃത്വത്തിന്റെ ഒരു ശൈലിയാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ഉള്ളത്. AK ആന്റണിയും കരുണാകരനും ഒരു കാലത്ത് സമുന്നത നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിയും രമേശും സമുന്നത നേതാക്കന്മാർ. ഇന്നീ പറഞ്ഞ പോലെ KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്. ഞങ്ങളെ ഇലക്ഷൻ ജയിക്കും. പ്രതിപക്ഷ നേതാവിന്റെ പേര് പ്രസിഡന്റിന്റെ വിരലുകളിൽ മൂന്നാമത്തേതല്ല കിടക്കുന്നത്. അല്ല, അത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് നിയമിക്കണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണം എന്ന് MLA-മാരിൽ നിന്ന് ആദ്യം പറഞ്ഞതാ. ഞാൻ തന്നെ ആരെങ്കിലും അത് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രസിഡന്റ്, അതായത് ഈ VD സതീശന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വേറൊരു കാര്യം പറയാം. അതായത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ശേഷം ഈ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം ഉണ്ടാക്കാൻ, മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകുന്നതിന് ഒരു ക്ലെയിം ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കും? അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിലെ പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ട്. അതാരും നിഷേധിക്കുന്ന കാര്യമല്ല. അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകുന്നതിന് ഒരു ക്ലെയിം ആണെന്ന്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസിൻ്റെ MLA-മാരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് ഞങ്ങളോട് തന്നെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അതായത് പേരാവൂരിൽ മത്സരിക്കാൻ മനസ്സുറപ്പിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, താങ്കൾ പേരാവൂരിൽ വിജയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് പറയേണ്ടുന്ന MLA-മാരുടെ കൂട്ടത്തിൽ ഒരാൾ താങ്കളാണ്. താങ്കളുടെ തിരഞ്ഞെടുപ്പ് ആർക്കാണ്? താങ്കൾ ആരെയാണ്? താങ്കളുടെ ആരാണ്? അതിപ്പോഴും പരസ്യമായിട്ട് ഒന്ന് പേരാവൂരിൽ ഞാൻ മത്സരിക്കുന്നു തീരുമാനിക്കുന്ന പാർട്ടിയാണ്. ഞാൻ പറഞ്ഞത് താങ്കളുടെ മനസ്സിൽ മുഖ്യമന്ത്രി പേരുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും, ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും.
അപ്പോഴും പട്ടികയിൽ 3 പേരുകളാണ്. ഞങ്ങൾ സതീശൻ, രമേശ് ചെന്നിത്തല, KC അതിപ്പോ വേണുഗോപാൽ. കാര്യമുണ്ട്. അല്ലല്ല, പ്രോസസ് അത് ഞാൻ ഞാൻ reverse ചെയ്ത് പറയട്ടെ, പറയാം. 3 പേരെ ഗോപിയ എന്നോട് പറഞ്ഞ് ഇല്ലേ? അതല്ല പ്രസിഡന്റ് പറഞ്ഞപ്പോഴും ഇല്ല അല്ലല്ല, നിങ്ങൾ പറഞ്ഞ 3 അത് പിന്നെ ഞാൻ കൂട്ടിയില്ല. നിങ്ങൾ പറഞ്ഞ 3 ഞാൻ അത് കുറച്ചുമില്ല, ആ 3 ഞാൻ ആവർത്തിക്കുക ചെയ്ത്. അപ്പൊ പ്രസിഡന്റ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ UDF കഴിയട്ടെ. KPCCയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നുകൊണ്ടുകൂടി അതിന് സാക്ഷ്യം വഹിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. ഫോർ ദ പീപ്പിൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.